ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് കർത്താവിൽ ആശ്രയിച്ച് എടുക്കുവാൻ അയക്കുന്ന വേദഭാഗം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 തൊട്ട് 17 വരെയുള്ള വാക്യമാണ്. അതിനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ ആത്മീയ ദൈവ മക്കൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും അവരുടെ മെച്യൂരിറ്റിയിലേക്ക് വരുവാൻ ആവശ്യമായ പല സത്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗത്ത് കാണുന്നത് സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. ആ ആത്മീയ അനുഗ്രഹങ്ങൾ എന്താണെന്ന് തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ അതിനിമിത്തം ഞാൻ, അപ്പോൾ അതിനിമിത്തമാകുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഉള്ള കാര്യങ്ങളുമായി കണക്റ്റഡാണ്. അപ്പം അത് മുമ്പിലുള്ള ചില കാര്യങ്ങളൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഈ വാക്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അത് നിമിത്തം ഞാൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും എന്താണ് എന്നുള്ളത് നമുക്ക് അതിലെ ചിലതൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 1:4 പറയുന്നുണ്ട്, നമ്മുടെ 4-5 വാക്യത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. നമ്മെ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനുള്ള ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് സ്വർഗത്തിൻ്റെ ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ഇവിടുള്ള അനുഗ്രഹങ്ങൾ ഒക്കെ ഒരു മരണത്തിന് അപ്പുറമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു പരിധിയുണ്ട്. എന്നാൽ ആത്മീയ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മരണശേഷവും നിത്യതയിലും അതിൻ്റെ ഇമ്പാക്റ്റ് നിലനിൽക്കുന്നതാണ്. അപ്പം കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അത് നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ്. അത് ഒരു ഭാഗം പറയുന്നു. പിന്നുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ നമ്മെ ദത്തെടുത്തു എന്ന് പറയുന്നു. ഈ ദത്തെടുപ്പ് മുമ്പേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശത്രുക്കളായിരുന്നു, ദൂരസ്ഥരായിരുന്നു, വാഗ്ദത്തത്തിന് അന്യരായിരുന്നു. ഈ ദൈവത്തിൻ്റെ ഈ മക്കളെ എന്നുള്ള ലെവലിലേക്ക് അപ്പാ പിതാവേ എന്നുള്ളൊരു പുത്രത്വത്തിൻ്റെ അനുഭവം, അത് അങ്ങോട്ട് അങ്ങനെ അടുത്ത് ചെല്ലുവാനുള്ള പ്രൊവിഷൻ ഇല്ലായിരുന്നു. നേരിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ പോലും, അല്ല ഇസ്രായേൽ മക്കളുടെ കൂട്ടെങ്കിലും അടുത്ത് ചെല്ലുവാനുള്ള പ്രൊവിഷൻ ഇല്ലായിരുന്നു. എന്നാൽ അവിടെ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടി ആ ദത്തെടുപ്പ് നമ്മെ ആത്മീയമായി അപ്പാ പിതാവ് എന്നുള്ള പുത്രത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം. അത് ഇവിടം കൊണ്ട് തീരുന്നതല്ല ആ ബന്ധം ഇവിടുത്തെ മരണത്തിനപ്പുറമായി നിലനിൽക്കുന്ന ബന്ധം. പിന്നെ മുന്നോട്ട് നമുക്ക് കാണപ്പെടുമ്പോൾ പാപക്ഷമ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പാപക്ഷമ, അതിനെപ്പറ്റി നമുക്കവിടെ കാണുന്നു. വീണ്ടെടുപ്പിനെ പറ്റി പറയുന്നുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടെടുപ്പ്. കാരണം ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. അതിൽ ആ യോഗ്യരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിന് വേണ്ട തക്ക വില കൊടുത്തുകൊണ്ട് നമ്മെ വീണ്ടെടുത്തു. അതിൽ കൂടി പാപക്ഷമ ലഭിക്കുന്നു എന്നുള്ള കാര്യം കാണുന്നു. ഇതൊക്കെ ദൈവം പിന്നീട് ആത്മീയ അനുഗ്രഹത്തിൻ്റെ സകല ജ്ഞാനവും വിവേകവുമായിട്ടൊക്കെ തരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാൾ ഒരു ഹൃദയം തുറന്ന് സംസാരിക്കണമെങ്കിൽ ആ ആളുമായിട്ട് അത്ര ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ദൈവം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം 9-ാം വാക്യത്തിൽ പറഞ്ഞു, ഹിതത്തിൻ്റെ മർമ്മം നമ്മോട് അറിയിച്ചു. അപ്പം നമ്മളെ ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നു. മർമ്മമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ മറഞ്ഞിരുന്നതായിരുന്നു. എന്നാൽ ആ ഹിതം മനസ്സ് തുറന്ന് ഇങ്ങോട്ട് ദൈവം അറിയിച്ചു. എന്നിട്ട് പറയുന്നുണ്ട് മുന്നോട്ട് വരുമ്പം, അത് എന്തെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. ഈ ദൈവം എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്.
എന്നാൽ പാപം മുഖാന്തരം ലോകവും അല്ലെങ്കിൽ മനുഷ്യരുമൊക്കെ ദൈവത്തിന് മഹത്വമാകേണ്ട പല ഭാഗത്തുനിന്നും അതിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിച്ചു. എന്നാൽ ദൈവം അതിനെ വീണ്ടെടുപ്പ് എന്ന അവസ്ഥയിൽ കൂടി ഈ കാണുന്ന ആകാശവും ഈ കാണുന്ന ഭൂമിയൊക്കെ മാറ്റി ദൈവം ഇതിനെ ഒരു ക്രിസ്തുവിൽ റിസ്റ്റോറേഷനിൻ്റെ ഭാഗത്തോട്ട് പോകും. അതിൽ ദൈവമക്കളെ ദൈവം ആ ഒരു ഭാഗത്തിൽ ക്രിസ്തുവിൽ ദൈവം നമ്മെ നിത്യതയിലേക്ക് ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ദൈവം നമ്മിൽ നടക്കുന്ന അനുഭവത്തിലേക്ക് 2 കൊരിന്ത്യർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ അവസരം പറയുന്നുണ്ട്. ഈ വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ആ വാഗ്ദത്തം? ആ വാഗ്ദത്തത്തിൻ്റെ 7-ാം അധ്യായത്തിൽ ഉള്ള വാഗ്ദത്തത്തിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണപ്പെടുന്നു, ഞാൻ നിങ്ങൾ നടക്കുകയും നിങ്ങളുടെ കൂടെ വസിക്കുകയും ചെയ്യുവാൻ തൊക്കണം. ഇത്ര വലിയവനായ ദൈവം, ആ ദൈവത്തിൻ്റെ ലെവലിലോട്ട് നമ്മെ അടുപ്പിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മിൽ പ്രസാദിച്ചിരിക്കുന്ന ഒരു അനുഭവം. അപ്പം ഇത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി കാണും. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ അവനിൽ നാം അവകാശം പ്രാപിച്ചു, ഇൻഹെറിറ്റൻസ്. ആ അവകാശത്തിൽ കൂടി നമുക്ക് ദൈവവചനത്തിൽ ഒത്തിരി ആഴങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് ഈ വിഷയം ഇതല്ലല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ മുൻപോട്ട് വരുമ്പോൾ വേറെ ആത്മീയ അനുഗ്രഹങ്ങൾ 1:14 നമുക്ക് കാണപ്പെടുന്നു. 13 പറഞ്ഞ സുവിശേഷം കേട്ടിട്ട് ആ സുവിശേഷത്താൽ നിങ്ങളെ കർത്താവിൻ്റെ ആ രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനാൽ, വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ സീല് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പർച്ചേസ്ഡ് പൊസഷനായി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആണ് നിങ്ങൾ. അപ്പോൾ ഒരാൾ ഒരു കാര്യം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവകാശത്തിൻ്റെ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മെ പരിശുദ്ധാത്മാവിനാൽ സീല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടയനവനില്ലാത്തവരായി, അല്ലെ നമ്മൾ എന്നേക്കും ഒന്നുമില്ലാത്ത അവസ്ഥയിലല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സീൽ ഉള്ളവരായി നിൽക്കപ്പെടുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഇതൊക്കെ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളുടെ ഭാഗങ്ങളായി അതിൻ്റെ ഡെപ്തിലോട്ട് ഒത്തിരി ഉണ്ട്. ഞാൻ ഇപ്പം അതല്ല ഇനിയും അത് നിമിത്തം ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് പോകുമ്പോൾ അത് നിമിത്തം ഞാനും നിങ്ങളുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. അപ്പം ഇവിടെ ഒരു അപ്പോസ്തലൻ്റെ കൺസേൺ നമുക്ക് കാണപ്പെടുന്നു. അദ്ദേഹം സഭയെ പറ്റിയുള്ള കൺസേൺ, കൂട്ടുവിശ്വാസികളോടുള്ള കൺസേൺ, അത് നമുക്ക് മാതൃകയാണ്. അവരിലേക്ക് ജെന്യുവിൻ ട്രാൻസ്ഫോർമേഷൻ, യഥാർത്ഥ രക്ഷ വന്നപ്പോൾ അത് അവരിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ഒരു ബക്കറ്റിൽ വെള്ളമൊഴിച്ച് അത് പൊങ്ങി വന്നിട്ട് അത് പുറത്തോട്ട് പരക്കുന്നത് പോലെ അവരെ ജെന്യുവിൻ ട്രാൻസ്ഫോർമേഷൻ 2 റിസൾട്ടിനെ കൊണ്ടുവന്നു. അതാണ് ഒന്ന്, അവരെ യേശുവിലുള്ള വിശ്വാസത്തെപ്പറ്റി അത് അവരിൽ ഒതുങ്ങി നിന്നില്ല. അപ്പോസ്തലൻ അത് കേൾക്കുവാനിടയായി, അത് പ്രവൃത്തിയിൽ കൂടെ കണ്ടോണ്ടാണ് അത് കേട്ടത്. രണ്ടാമത്തെ അവസ്ഥ സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും. അപ്പം വിശുദ്ധന്മാർ തമ്മിലുള്ള സ്നേഹം ജെന്യുവിൻ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പം ബ്രദർലി ലവ് അത് മാനിഫെസ്റ്റ് ചെയ്യുവാൻ തക്കോണം ഇടയുന്നു. ദൈവത്തിൻ്റെ യഥാർത്ഥ സേവിങ് വർക്ക്, രക്ഷാകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരുവനിലേക്ക് വരുമ്പോൾ ആഴമേറിയ ചേഞ്ചസാണ് അത് ഉളവാക്കുന്നത്. എന്നിട്ട് പറയുന്നു മുന്നോട്ട്, ഈ യേശുവിലുള്ള വിശ്വാസം അതിൻ്റെ ഒരു പ്രത്യേകത, കർത്താവായ യേശുവിലുള്ള വിശ്വാസം സെൻറ്റേഡ് ഇൻ ലോർഡ് ജീസസ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു, അത് ക്രിസ്തുവിൽ അത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ സമ്പ്രദായത്തിലോ ട്രഡീഷണലായിട്ടുള്ള അല്ലെ പാരമ്പര്യമായിട്ടോ മറ്റുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള മെറിറ്റിലോ അല്ലെ ക്രിസ്തു അല്ലാത്ത സെൽഫ് വർക്കിലോ ഒന്നും അടിസ്ഥാനപ്പെട്ടതല്ല. ഇവിടെ പറയുന്നുണ്ട് കർത്താവ് യേശുവിലുള്ള വിശ്വാസം. എങ്കിൽ നമ്മുടെ വിശ്വാസം എവിടാണ് സെൻറ്റേഡായിരിക്കുന്നത്, എവിടാണ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് നോക്കുന്നു. ഇനി അടുത്തത്, ഈ വിശ്വാസം, കർത്താവായ യേശുവിലുള്ള വിശ്വാസം അതെങ്ങനെയാണ്
തുറന്നു വന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഉരുവായത്. പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നുണ്ട്, സുവിശേഷത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് റോമാലേഖനം 10:17 പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അതിന് മുമ്പിലത്തേക്ക് സുവിശേഷത്തെ പറ്റിയുള്ള പല കാര്യങ്ങൾ. സുവിശേഷത്തിൻ്റെ കേൾവി കർത്താവായ യേശുവുള്ള വിശ്വാസത്തെ ഒരുവനിൽ ഉളവാക്കത്തക്കോണം ദൈവത്തിൻ്റെ രക്ഷാകരമായ ദൈവപ്രവൃത്തി ഉളവാക്കി. ഹല്ലേലൂയ. എങ്കിൽ ഈ ഗോസ്പൽ സുവിശേഷം, അത് സുവിശേഷത്തിൻ്റെ ആ ശക്തി നമ്മളിൽ ആ യഥാർത്ഥ വിശ്വാസത്തെ വളർത്തിക്കൊണ്ടിരിക്കും, അതിനെ മുന്നോട്ട് നയിക്കുന്നതാണ്. ഈ യഥാർത്ഥ കർത്താവായ യേശുവിലുള്ള വിശ്വാസം പ്രായോഗികമാണ്, പ്രാക്ടിക്കലാണ്, അത് സാക്രിഫിഷ്യലാണ്. അത് ഹല്ലേലൂയ സ്തോത്രം. അത് സാക്രിഫിഷ്യൽ ലവ് ഫോർ ദ ബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തക്കോണം, നമ്മെ അതിനു വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിയിലേക്ക് നയിക്കുവാൻ തക്കോണം കർത്താവ് കാണിച്ച മാതൃകയിലേക്ക് നമുക്ക് അതിനു വേണ്ടുന്ന പ്രാപ്തി തരുന്നതാണ് കർത്താവായ യേശുവിലുള്ള വിശ്വാസം. ഇനിയും ആ കർത്താവായ യേശുവിലുള്ള വിശ്വാസം കേവലം ബൗദ്ധികമായിട്ട് ഉള്ളൊരു വിശ്വാസമാണോ, അതിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അല്ല, അതിൽ മാത്രമല്ല, കർത്താവായ യേശുവിലുള്ള ഡീപ്പ് ട്രസ്റ്റിലേക്ക്, ആ ആഴത്തിൽ ഉള്ള ആശ്രയത്തിലേക്കും യേശു കർത്താവാണ് എന്നുള്ളതിലേക്ക് വേരൂന്നതിലും അത് അടുത്ത് ഇരിക്കുന്നു. ഇനിയും ഈ ഒരു കർത്താവായ യേശുവിലുള്ള വിശ്വാസം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് കാണുന്നത്, ആരാണ് ഈ ട്രസ്റ്റിങ് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ആരായിരിക്കുന്നു? യേശു കർത്താവ് ആരായിരുന്നു? പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും അതോടൊപ്പം തന്നെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട കർത്താവുമാണ്. പല യേശുവിനെ പറ്റിയും വേറൊരു യേശുവിനെ പറ്റിയൊക്കെ ലോകം വ്യത്യസ്തമായി പല വിശ്വാസങ്ങളുമുണ്ട്. യഥാർത്ഥ വിശ്വാസം ദൈവവചനത്തിൽ കൂടി കർത്താവ് ആരായിരിക്കുന്നതിൽ ബന്ധപ്പെട്ട് നിൽക്കപ്പെടുന്നതാണ്. യഥാർത്ഥ വിശ്വാസം കർത്താവ് ഇനി അടുത്തതായി എന്തു ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളതുമായിട്ട് കണക്റ്റഡ് ആണ്. എന്താണ് കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്? 1 കൊരിന്ത്യർ 5:3 തൊട്ടുള്ള 3-4 വാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തിരുവെഴുത്തിന് പ്രകാരം കർത്താവ്, ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി. 15:3 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ. അത് മതി. അപ്പം അവിടെ നമുക്ക് കർത്താവ് എന്താണ് നമുക്ക് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ ആ പ്രവൃത്തി അതിലേക്കും ലിങ്ക് ചെയ്തിരിക്കുന്ന ആ കർത്താവ് യേശുവിലുള്ള വിശ്വാസം. തിരുവെഴുത്തിന് പ്രകാരം നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ആ യേശുവിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി നാം മരിക്കേണ്ട സ്ഥാനത്ത് പകരമായി മരിച്ച യേശു കർത്താവിലും ദൈവശക്തിയിൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് സമ്പാദിച്ച ഒരു ദൈവ നീതിയുണ്ട്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനുള്ള റൈച്ചസ്നെസ് ഉണ്ട്, ഒരു റിഡംഷൻ ഉണ്ട്, വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഹല്ലേലൂയ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ആ ഫെയ്ത്ത് ജസ്റ്റ് രക്ഷയ്ക്ക് ഉള്ള സമയത്ത് മാത്രം അതിനെ അക്നോളജ് ചെയ്യേണ്ടതല്ല. ഓരോ ഡെയിലി ലൈഫിലും ഞാൻ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഓരോ ഭാഗത്തും എനിക്ക് ഞാൻ കർത്താവിനോടുകൂടി മരിച്ചു എന്ന് പറഞ്ഞ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. കർത്താവ് മരിച്ചപ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടി മരിച്ചു എന്ന് ഞാൻ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഓരോ നിമിഷം കർത്താവിനെ ഉയർപ്പിച്ച ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ഓരോ നിമിഷത്തെ ഡിസിഷനും മുന്നോട്ടുള്ള ജീവിതത്തെയൊക്കെ കാണുന്നത് കാരണം പരിജ്ഞാനത്തിന് വേണ്ടി പുതുക്കം പ്രാപിക്കുന്ന ഒരു പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവാൻ എന്ന് പറഞ്ഞാൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് അതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന പ്രവൃത്തിയല്ല, ഒരു ദൈവിക ശക്തി അതിൽ പ്രവർത്തിച്ചിരുന്നു. എങ്കിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ വിശ്വാസം നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയ്ക്ക് നമ്മളെ ബലപ്പെടുത്തുന്നതാണ്, നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്, മുന്നോട്ട് പോകുന്നതാണ്. ഇനിയും ആ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എൻ്റെ വേറൊരു പ്രത്യേകത, അത് നമ്മെ
കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുവാൻ ചെയ്യുന്നത് നമ്മുടെ സെൽഫിലോട്ടല്ല കേന്ദ്രീകരിക്കുന്നത്. മറ്റ് കർത്താവായ യേശുക്രിസ്തു ഹൃദയത്തിൽ രാജാവായിട്ടല്ലെങ്കിൽ, കർത്താവായിട്ട് ഇരിക്കുകയല്ലെങ്കിൽ അവർ സെൽഫിൽ ഒത്തിരി ബെറ്റർ ആകാനും കർത്താവിനെ കൂടാതെ ഒത്തിരി പ്ലാനുകൾക്കും ഒക്കെ അവർ രൂപപ്പെടും. അവർ മൈൻഡ് ഓഫ് ക്രൈസ്റ്റിലേക്കല്ല പോകുന്നത്. മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് കാണുമ്പോൾ ഡിവൈൻ ട്രൂത്തിനെ അല്ലെ ആത്മീയ സത്യങ്ങളെ ഹല്ലേലൂയ സ്വന്തം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുമ്പോൾ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടിയിട്ടൊരു ദൈവത്തിൻ്റെ വചനത്താൽ ഷേപ്പ് ചെയ്യപ്പെടുന്ന ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്കാണ് അത് നയിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനോഭാവം അത് വളരെ വ്യത്യസ്തമാണ്. അത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തുന്നതും അതോടൊപ്പം തന്നെ അത് പ്രൈഡിനെതിരെയും സെൽഫ് ഇൻട്രസ്റ്റിന് എതിരെയും എന്ന് പറഞ്ഞാൽ തന്നെ പ്രസാദിപ്പിക്കാൻ കർത്താവ് നോക്കിയില്ല. അങ്ങനൊരു ലെവലിലേക്കാണ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് പോകുന്നത്. അപ്പം ഇവിടെ പറയുന്നു യോഹന്നാൻ 15:5 ഈ കർത്താവിലുള്ള വിശ്വാസം നമ്മെ നയിക്കുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവിടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസം എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവിനെ വിട്ടിട്ട് ഒരു ഭാഗത്ത് പോലും എൻ്റെ സ്വയശക്തിയിലേക്ക് ഞാൻ ആശ്രയിക്കുവാനോ ഉന്നം വെക്കുവാനോ ലക്ഷ്യമാക്കുവാനോ അത് എന്നെ അനുവദിക്കാതെ വണ്ണം കർത്താവിൽ റൂട്ട് ചെയ്യുവാനോ ക്രിസ്തുവിൽ വേരൂന്നുവാനോ അത് നമ്മെ സഹായിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കർത്താവായ യേശുവിലുള്ള വിശ്വാസം നമ്മളെ ഒരാൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. അപ്പം ലീനിങ് ഓൺ പ്രയർ ഇൻസ്റ്റഡ് ഓഫ് എ സെൽഫ് കോൺഫിഡൻസ്. അപ്പം എല്ലാം കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ അങ്ങനെ കാണിച്ചു തന്നത് പിതാവിനുള്ള ഫെലോഷിപ്പിൽ കൂടി ആഴത്തിൽ പ്രാർത്ഥനയിലൊക്കെ അവിടെ കർത്താവിൻ്റെ ഡിസിഷൻസും ഓരോ പ്രവൃത്തിയും ഇതുമായിട്ട് പിതാവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ കണക്റ്റഡാണെന്ന് നമുക്ക് കാണപ്പെടുന്നു. ഇനി അടുത്തത് ഈ കർത്താവായ യേശുവിലുള്ള ഞാൻ ഇനി കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ യുദ്ധത്തിലോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തിലോട്ട് പോകുന്നതിന് വരും. ഇനി മുന്നോട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ എഫേസ്യ ലേഖനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തുകൊണ്ട്. അപ്പം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു മാതൃകയാണ്. വളരെ ഗ്രാറ്റിറ്റ്യൂഡുണ്ട്, നന്ദിയുള്ള ഹൃദയമുള്ള ഒരു അപ്പോസ്തലനെ കാണപ്പെടുന്നത്. അപ്പം നമ്മൾ ദൈവസന്നിധിയിലേക്ക് നന്ദി കരയേറ്റാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുന്നത് ആ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മൾ അലയും ചെയ്യുവാൻ തൊക്കണം. അത് നമ്മെ ശക്തിപ്പെടുത്തും, ആ നന്ദിയുള്ള ഹൃദയം. മിസ്രൈമിൽ അവർ പിറുപിറുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി എന്നൊക്കെ കാണുന്നു. ഒരു മത്സരമാകുന്നു എന്നൊക്കെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ഒരു ജനത്തെപ്പറ്റി നമുക്ക് കാണപ്പെടുന്നു. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ കൂടി ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള നന്ദിയുള്ള ഒരു ഹൃദയത്തെ പറ്റി കാണിക്കുന്നു. ആ നന്ദിയുള്ള ഹൃദയത്തിൻ്റെ പ്രാധാന്യം എന്താണ്? യാക്കോബ് 1:17 എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അപ്പം ദൈവമാണ് എല്ലാ വരങ്ങളും തികഞ്ഞ ദാനവും തരുന്നതെന്ന് നമ്മൾ അക്നോളജ് ചെയ്യുവാണ് ആ ഗ്രാറ്റിറ്റ്യൂഡുള്ള ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്. അപ്പം ദൈവമാണ് അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയിലും അക്നോളജ് ചെയ്യുന്നത്. അടുത്ത ഭാഗം അതുപോലെ തന്നെ ദൈവം ഇപ്പം ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പം
അബ്രഹാമിനെ നോക്കിക്കഴിഞ്ഞാൽ ദൈവം അബ്രഹാമിനെ പറ്റി ഒരു പ്ലാൻ ഇട്ടു. പുത്രോത്പാദനത്തിന് ശക്തി ലഭിച്ചത് അത് സ്തോത്രം കരയേറ്റി പുത്രോത്പാദനത്തിന് ശക്തി കിട്ടും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ എഫേസ്യർ ലേഖനം 2:6 പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ രക്ഷ നമ്മുടെ ജീവിതത്തിന്മേൽ ഈവൻ എറ്റേണിറ്റിയിൽ, നിത്യതയിൽ ഈ കൃപയുടെ അത്യന്ത ധനം നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പരിമിതിയുണ്ട്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തം ഓരോ ദൈവമക്കളെയും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവരെ പുത്രൻ്റെ സ്വരൂപത്തോടെ ആക്കിയെടുത്ത് ആ തേജസ്സിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രകൃതിയുടെ അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ അനുഭവത്തിൻ്റെ മഹാത്മ്യം എന്താണെന്ന് ഹല്ലേലൂയ സ്തോത്രം അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട്. അപ്പം അത് ഓർത്തോട്ട് നമുക്ക് സ്തുതിക്കാൻ പറ്റുമോ? വിശ്വാസ കണ്ണുകൾ കൊണ്ട് ദൈവത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവൃത്തിയെ കാണുവാൻ നമുക്ക് സാധിക്കുമോ? ഇനി അടുത്തത്, ഇനിയും ഇവരെ പറ്റിയുള്ള മുന്നോട്ട് ആ പ്രാർത്ഥനയിലൊക്കെയും അദ്ദേഹത്തിൻ്റെ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത, അത് ക്രൈസ്റ്റ് സെൻറ്റേർഡായിട്ട് അവരെ ക്രിസ്തുവുള്ള ആ പരിജ്ഞാനത്തിൽ അവർ വളരണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ്. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പം ഒരു പല ഇപ്പം കർത്താവിനെയൊക്കെ അല്ലെങ്കിൽ യേശുവിനെ പറ്റി പുറമേ നിന്നുള്ളൊരു അറിവുണ്ട്. എന്നാൽ ഏകസത്യമായ പിതാവിനെയും പുത്രനെയും ഒക്കെ അറിയുന്നത് നിത്യജീവൻ. അതൊരു എക്സ്പീരിയൻഷ്യൽ, ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ചെയ്ത ഒരു ബന്ധത്തിൽ അടിസ്ഥാനപരമായ ഒരു നോളജാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു ലെവലിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക, സ്ക്രിപ്ചർ ബേസ് ചെയ്ത്. എന്നാൽ ഇനി മുന്നോട്ട് പോയി പറയുന്നുണ്ട്, 1 യോഹന്നാൻ 5:14 അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് പ്രാർത്ഥനയിൽ മുന്നേറുന്ന ഒരു പൗലോസ് അപ്പോസ്തലനെ നമുക്ക് കാണപ്പെടുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇവരെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അതിനനുസരിച്ച് ഇവർ മുന്നോട്ട് കയറി വരണം. അപ്പം സ്ക്രിപ്ചറിൽ കൂടെ ഉരുത്തിരിഞ്ഞ എന്തെങ്കിലും മാനുഷികമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ റിന്യൂ ആകാതെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയല്ല. ഓരോ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നിത്യമായ പ്ലാനോട് യോജിക്കുന്ന രീതിയിലാണ് ആ പ്രാർത്ഥനയുടെ ഓരോ ഭാഗങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ കർത്താവിനെ വാസ്തവമായിട്ട് നമ്മൾ അറിയുന്ന ഒരു അനുഭവത്തിലേക്ക് അതൊരു ഇൻറ്റിമേറ്റാണ്. അത് കർത്താവിനെ ഓരോ ദിവസവും പ്രാർത്ഥനയിലും ദൈവവചന പഠനത്താലും നമ്മൾ കർത്താവിലേക്ക് ഹല്ലേലൂയ. ഈ തിമോഥെയോസിന് പറയുന്ന ബാല്യം മുതൽ നീ പഠിച്ച കാര്യങ്ങൾ, അതൊക്കെ മുന്നോട്ട് അത് ഒബീഡിയൻസിലേക്ക്, അനുസരണത്തിലേക്ക് നയിക്കവണ്ണം നടത്തുന്നൊരു നോളജുണ്ട്. അത് വളരെ ഒരു വ്യക്തിയെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തതും പരിവർത്തനം ചെയ്യുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു നോളജാണ്. ഹല്ലേലൂയ. ദൈവവചനം ആ വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്യുന്നു, ദൈവഹിതത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് കാണപ്പെടുന്നു. ദൈവത്തിൻ്റെ പർപ്പസിനോട്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനോട് അലൈൻ ചെയ്യുന്നു ആ മനസ്സിനെ. നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ കൂടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഫെലോഷിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇച്ഛകൾ, വികാരങ്ങളൊക്കെ എവിടെയൊക്കെ ദൈവവചനത്തിൽ കൂടി ചേഞ്ച് ചെയ്യണോ അവിടെ ദൈവം ഇടപെടാൻ തുടങ്ങും. ദൈവം അവിടെ പരിവർത്തനം ചെയ്യുവാൻ തക്കോണം തുടങ്ങും. അതനുസരിച്ചിട്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇനി മുന്നോട്ട് നമുക്ക് പോകുമ്പോൾ പിന്നെ മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ
നിങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. ഇവിടെ യേശു കർത്താവും പിതാവും തമ്മിലുള്ള ബന്ധത്തെ, ട്രിനിറ്റിയുടെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ അവിടെ കൊണ്ടുവരുന്നു. ഓക്കെ, അത് മുന്നോട്ട് പിന്നെ പോകുമ്പോൾ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണല്ലോ. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് മഹത്വമുള്ള പിതാവുമായവൻ. അപ്പം ഇവിടെ ഗോഡ് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ട്രൂ വിസ്ഡം ആൻഡ് റെവലേഷൻ. ദൈവമാണ് യഥാർത്ഥ എല്ലാറ്റിൻ്റെയും സോഴ്സ്. ആ സോഴ്സിലോട്ട് കണക്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, മുന്നോട്ട് പറയുമ്പം ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതിന്. അപ്പോൾ അല്ലാതൊരു ജ്ഞാനം വേണേൽ ആർജിച്ചെടുക്കല്ലോ. എന്നാൽ ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച്, ഹല്ലേലൂയ സ്തോത്രം, ആ ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ അതിലേക്ക് ഇവർ നയിക്കണം എന്നാഗ്രഹിക്കുന്നത്. അപ്പം ഒരു സ്പിരിച്വൽ ഗ്രോത്തിന്, ഒരു ആത്മീകമായ വളർച്ചയ്ക്ക് പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൊടുക്കുകയാണ്. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 6:4 നമുക്ക് പറയുന്നു, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. അവിടെ ആദ്യമ കാലഘട്ടത്തിൽ ശുശ്രൂഷകരൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില ക്രൈസിസിൻ്റെയും പ്രശ്നത്തിൻ്റെയും വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അവർ 2 രീതിയിലാണ് അവർ എക്യുപ്ഡ് ആകാൻ തൊക്കോണം അവർ സമയം ചെലവഴിച്ചത്. പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരു വ്യക്തിയെ സ്പിരിച്വൽ ഗ്രോത്തിനെയും അവർ രൂപപ്പെടുത്തുന്നതിലും വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഇനിയും വേറൊരാൾ ഇതേ പ്രാർത്ഥനയെ അവരെ ആത്മീയമായിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് പോകാൻ തൊക്കെയുള്ള ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. കൊലോസ്യർ 3:12. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ. എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന കൊലോസ്യർ 3:12 ഓക്കെ, ഞാൻ റെഫറൻസിന് ഇങ്ങനെയാണ്: നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം ഉള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പം ഇവിടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം നമുക്ക് കാണുന്നു. ദൈവ ഉദ്ദേശത്തിലേക്ക് ഒരു വ്യക്തി രൂപപ്പെടുവാൻ തക്കോണം സഹവിശ്വാസികൾക്കുള്ള ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രാർത്ഥനയ്ക്ക് അതിന് പ്രാധാന്യമുണ്ട്. ദൈവവചനത്തിന് അതിന് പ്രാധാന്യമുണ്ട്. എല്ലാ തെരുവത്തും ദൈവശാസിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകലത്തിനും വക പ്രാപിക്കുവാൻ ദൈവവചനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇനി അടുത്തത് നമുക്ക് ആ വാക്യത്തിൻ്റെ അടുത്തെന്തോ എഫേസ്യ ലേഖനം അതിൻ്റെ അവൻ്റെ വിളിയാലുള്ള ആശ അതിൻ്റെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. ആ മഹത്വമുള്ള പിതാവിൻ്റെ പ്രത്യേകത അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയുന്നത് അത് ദൈവത്തിൻ്റെ ഒരു മോറൽ പെർഫെക്ഷനുള്ള ദൈവമാണ്. സാധാരണ ദൈവത്തെ ചിലതാണെങ്കിൽ വളരെ ദൈവത്തിൻ്റെ മഹത്വം കണ്ടാലേ അതനുസരിച്ച് ആരാധിക്കാൻ പ്രയത്തുള്ളൂ. വളരെ കാഷ്വലായിട്ടൊരു റിലേഷൻഷിപ്പാണെങ്കിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നത് വ്യത്യസ്തമാണ്. ഏലിയുടെ മക്കൾ ദൈവത്തെ കണ്ടതും ഷൗമേൽ കണ്ടതും തമ്മിൽ വ്യത്യാസമാണ്. ഒരിടത്താണ് ജീവിക്കുന്നത്, പക്ഷേ ആ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസമാണ് ചെയ്യുന്നത്. അപ്പം ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനേ 2 കൊരിന്ത്യർ 4:6 ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. മഹത്വമുള്ള പിതാവ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനമായിട്ട് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. യേശുക്രിസ്തു പിതാവിനെയാണ് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ സ്തോത്രം. എങ്കിൽ ആ ദൈവത്തെ ദൈവമായിട്ട്, ആ മഹത്വമുള്ള ദൈവത്തെ അതിൻ്റെ നിലയിൽ കാണുവാനും ഹല്ലേലൂയ അതിൽ നിൽക്കപ്പെടുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇനിയും ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു ഭക്തി കേന്ദ്രീകൃതമായ ഒരു ആരാധന നടക്കത്തില്ല.
കാഷ്വലായിട്ട് പിന്നെ ഉള്ളൊരു ആരാധനയ്ക്ക്. 1 തീമോഥെയോസ് 1:17 നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം കണ്ടു കഴിഞ്ഞിട്ട് ആ മഹത്വം കണ്ട ഒരാൾക്ക് എങ്ങനെയാണ്, എന്തുമാത്രം ദൈവത്തെ ഏതളവിൽ അതിനെ ആ മഹത്വത്തെ വർണ്ണിക്കുന്നു. എന്നേക്ക് മഹത്വം എങ്കിൽ നമ്മുടെ ഹൃദയത്തിന്മേൽ ദൈവത്തിനുള്ള സ്ഥാനം എത്രമാത്രം മഹത്വപൂർണ്ണമായിട്ട് ഓരോ നിമിഷവും ആക്കിയിരിക്കുന്നു. അത് നമ്മുടെ ഡീലിങ്ങിൽ വെളിപ്പെടുന്നതാണ്. പിന്നെ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടും, പിന്നെ അതോടൊപ്പം തന്നെ എക്സോഡക്സ് പുറപ്പാട് 24:17 യഹോവയുടെ തേജസ്സിൻ്റെ കാഴ്ച പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ചില രാത്രിയിൽ അഗ്നിസമവും പകൽ മേഘസ്തംഭവുമായി അവരുടെ കൂടെ നിന്ന ദൈവം പിന്നെ സിനായിയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ആ തേജസ്സിൻ്റെ ലെവൽ ഇങ്ങനെ ദൈവം കാണിച്ചു. എങ്കിലും അവർ വിഗ്രഹാരാധനയിലേക്കും അല്ലെ മറ്റ് പല സമയത്തും അവിശ്വാസത്തിലേക്കും പോയി. ദൈവത്തിൻ്റെ മഹത്വം നിൽക്കേണ്ട ഭാഗത്ത് ആ മഹത്വമായിട്ട് നിൽക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെ അതിൻ്റേതായിട്ടുള്ള ഓരോ കാര്യത്തിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അപ്പോൾ എന്ന് നമുക്ക് കാണപ്പെടുന്നു. ഇനി മുന്നോട്ട് ജസ്റ്റ് ഞാൻ ഏകദേശം ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം എന്നിട്ട് പിന്നെ മുന്നോട്ട് വരുമ്പം പറയുന്നത് അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ജസ്റ്റ് ഒന്ന് അത് പറയുവാണ്. ഈ ജ്ഞാനത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഡിവൈൻ ട്രൂത്ത്, ദൈവിക സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി അപ്ലൈ ചെയ്യുന്നത് ദൈവിക വിസ്ഡമാണ്. എന്നാൽ വെളിപ്പാട് എന്ന് കാണുന്നത് അതിനെപ്പറ്റി നമുക്ക് കാണുന്നത് 1 കൊരിന്ത്യർ 2:10 നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിൻ്റെ ആഴങ്ങളെയൊക്കെ അത് മനുഷ്യന് അത് വെളിപ്പെടുത്തി കിട്ടണം. ദൈവം റിവീൽ ചെയ്യണം. ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്നും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഒരു എത്തിയസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ സങ്കല്പമേ വെച്ചുള്ളൂ. പക്ഷേ ഇത് ദൈവം വെളിപ്പെടുത്തി തരികയാണ്. അതിനാ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ ഇവർക്ക് വെളിപ്പാടിൻ്റെ ആത്മാവിനെ ഇവർ അറിയേണ്ടതുപോലെ അറിയുവാൻ തക്കോണം പ്രാർത്ഥിക്കുന്നു. വിസ്ഡം ഹല്ലേലൂയ ആ ദൈവജ്ഞാനമായ ക്രിസ്തു ഹല്ലേലൂയ ആ ജ്ഞാനം ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ തിരസ്കരിച്ചിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് ദൈവം മുൻ നിയമിച്ച ആ ജ്ഞാനം ദൈവജ്ഞാനമായ ക്രിസ്തു നമുക്ക് ആ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ അവിടെ തേജസ്സാണ് വരുന്നത്. 1 കൊരിന്ത്യർ 1:7 എങ്ങനെ പറയുന്നത്? ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അതല്ല 1 കൊരിന്ത്യർ 1:7 2:7 ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പം ഈ ദൈവത്തിൻ്റെ ജ്ഞാനം മർമ്മമായിട്ട് വെളിപ്പെടുത്തിയത് ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി. തേജസ് എന്ന് പറയുമ്പം ആ ദൈവത്തിലുള്ളതാണ് ആ തേജസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് വെളിപ്പെടുന്ന ആ തേജസ്. അപ്പം ഈ ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുമ്പോൾ അത് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയിലേക്ക് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുമ്പോൾ അത് തേജസ്സിനെ കൊണ്ടുതരുന്നതാണ്. ആ ദൈവജ്ഞാനമായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്മേൽ നമ്മുടെ വിളിക്കും കൃപയ്ക്കും ഒത്തവണ്ണം വെളിപ്പെടുവാൻ പൗലോസ് അപ്പോസ്തലൻ ഇവരെ പറ്റി ആഗ്രഹിക്കുന്നു. എങ്കിൽ ജ്ഞാനത്തിനെയും വെളിപ്പാടിനെയും ഒക്കെ ആത്മാവിനെ തന്നുകൊണ്ട് അപ്പോൾ ഒരു പരിപൂർണമായ സ്പിരിച്വൽ ഗ്രോത്തിലേക്കാണ് ദൈവം അവരെ പറ്റി ആഗ്രഹിക്കുന്നത്. ആകയാൽ നമ്മൾ മുൻപോട്ടുള്ള ജീവിതത്തിന്മേൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിന്മേൽ കർത്താവായിട്ട് മഹത്വം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവിലുള്ള നമ്മുടെ ഫെയ്ത്ത് എങ്ങനെ ഇരിക്കുന്നു? അത് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആണോ?
അത് ദൈവവചനത്താൽ രൂപപ്പെടുന്നതാണോ എന്നോ നമ്മൾ ചെയ്യുന്നു. നമ്മൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള, നന്ദിയുള്ള ഒരു ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവം നമ്മൾ രക്ഷാകരമായി ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അത് നമ്മിൽ തന്നെ മാത്രം, നമ്മൾ ആരോടും ഫെലോഷിപ്പിൽ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണോ, അതോ നമ്മുടെ വിശ്വാസത്തെ പറ്റിയും നമ്മുടെ സ്നേഹം ഒഴുകുന്നതിനെ പറ്റിയും ഉള്ള വാർത്തകൾ അങ്ങോട്ട് വ്യാപരിക്കുന്നുണ്ടോ? അത് കേട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി ആയിട്ട് തമ്മിൽ അത് ദൈവത്തിന് സ്തോത്രം പറയുവാനും നന്ദി പറയുവാനുള്ള കാരണമായി തീരുന്നുണ്ടോ? എങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്ത്. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കും. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.